ഹലോ വ്യൂവേഴ്സ്, നിങ്ങൾ ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ ചെയ്യാനായിട്ട് UPI ആപ്പുകൾ കണ്ടമാനം ഉപയോഗിക്കുന്ന ആളാണോ? എങ്കിൽ ഇനി മുതൽ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. കാരണം നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുതിയ റൂൾസ് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ ഡെയിലി ബാലൻസ് കണ്ടമാനം ചെക്ക് ചെയ്യുന്ന ആളായിരിക്കും. പക്ഷേ ഇനി മുതൽ ഡെയിലി 50 തവണ മാത്രമേ ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒപ്പം നമ്മുടെ UPI ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് ഇനി മുതൽ 25 തവണ മാത്രമേ പറ്റുകയുള്ളൂ. ഒപ്പം നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് 3 തവണ മാത്രമേ പറ്റുകയുള്ളൂ. ഈ 3 തവണ ചെക്ക് ചെയ്യുമ്പോഴും ഓരോ തവണയും 90 സെക്കൻഡിൻ്റെ ഇടവേളകൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പറഞ്ഞ റൂളുകളെ ഒന്നുകൂടി ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷന് ശേഷവും നമ്മുടെ അക്കൗണ്ടിലുണ്ടാകുന്ന ബാലൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കുമെന്ന് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഡെയിലി വർദ്ധിച്ചു വരുന്ന UPI പേയ്മെൻറ്റുകളുടെ ആ ഒരു അളവും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഈ പേയ്മെൻറ്റുകൾ സേഫ് ആക്കണം, അതായത് അതിൻ്റെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കണം എന്നുള്ളതും ഒപ്പം തന്നെ ഈ ചെയ്യുന്ന ട്രാൻസാക്ഷനുകളിൽ നമ്മൾ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ഈ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കണം എന്നുള്ളതും കൂടെയൊക്കെ ചേർത്തുകൊണ്ടാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതിൻ്റെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊക്കെ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലത്തെ കാരണങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട്. താങ്ക് യു.